നമസ്കാരം. ഒപ്പം പഠിക്കാൻ റെഡിയല്ലേ? ഇന്ന് നമ്മൾ പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസ് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. As you know, the private sector consists of business owned by individuals or a group of individuals. The various forms of private sector organizations are sole proprietorship, partnership, joint Hindu family business, cooperative societies and joint stock company. Public sector consists of various organizations owned and managed by the government. It may be departmental undertaking, public corporation and government company. Then global enterprises are those operate in more than one country. Different forms of public sector enterprises. Yes, departmental undertaking, statutory corporation and government company. Departmental undertaking, the oldest and most traditional form of organizing public enterprises. These enterprises are established as departments of the ministry. They have no separate legal existence apart from the government. They are managed by civil servants who are government employees. Example, India Railway, Postage and Telegraph, All India Radio, Doordarshan, etc. സോ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിനെ കുറിച്ച് സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വാട്ട് ഡു യു മീൻ ബൈ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കരുത്. ഇതിന്റെ ചില ഫീച്ചേഴ്സ് ആയിരിക്കും തരിക. ദീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ആസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ മിനിസ്ട്രി. ദേ ഹാവ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. ഇങ്ങനെ ഒന്നോ രണ്ടോ ഫീച്ചേഴ്സ് തന്നിട്ട് ഐഡന്റിഫൈ ദ പബ്ലിക് സെക്ടർ, ഈ തരത്തിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിന്റെ ഫീച്ചേഴ്സ് തറവാകുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. സോ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് ആർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ മറ്റ് സാധാരണ ഡിപ്പാർട്ട്മെന്റുകൾ പോലെ തന്നെ ഒരു മിനിസ്ട്രിയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ദെൻ ഫുൾ ഗവൺമെന്റ് കൺട്രോളാണ്. ഇറ്റ്സ് എംപ്ലോയീസ് ആർ ഗവൺമെന്റ് എംപ്ലോയീസ് ഓർ ഗവൺമെന്റ് സർവൻസ്. ഗവൺമെന്റ് ഫിനാൻസിങ് ത്രൂ ബജറ്റ്. Then no separate legal existence apart from the government. Then advantages നോക്കാം. ഈസി ഫോർമേഷൻ. പ്രത്യേക നിയമങ്ങളോ ഒന്നും ആവശ്യമില്ല. നിലവിലുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റായി ഇത് പ്രവർത്തിക്കുന്നതിനാൽ രൂപീകരിക്കാൻ വളരെ എളുപ്പമാണ്. ദെൻ ഫുൾ ഗവൺമെന്റ് കൺട്രോൾ ഉണ്ട്. ഗവൺമെന്റ് ഒഫീഷ്യൽസ് തന്നെയാണ് ഇതിന്റെ മാനേജ്മെന്റിൽ ഉണ്ടാവുക. ദെൻ റവന്യൂ ഓഫ് ദി ഗവൺമെന്റ്. ദ റവന്യൂ ഏൺഡ് ബൈ ദ എന്റർപ്രൈസ് ഗോസ് ഡയറക്ട്ലി ടു ട്രഷറി ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദി ഗവൺമെന്റ്. പബ്ലിക് അക്കൗണ്ടബിലിറ്റി. ഇവയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നിയമനിർമ്മാണ സഭകളിലെല്ലാം ഉത്തരം പറയേണ്ടതുള്ളതിനാൽ തന്നെ ഭരണകാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തും. Then limitations നോക്കാം. lack of flexibility. Departmental undertaking functions under the strict parliamentary control. So സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവരുടെ പ്രവർത്തനങ്ങളിൽ വളരെ പെട്ടെന്ന് മാറ്റം വരുത്തുക പ്രായോഗികമല്ല. Inefficient management. The employees are not allowed to take independent decisions without the approval of the ministry concerned. This leads to delay in matters where prompt decisions are required. Then red tapeism. There is excessive red tapeism. കാരണം എല്ലാ തീരുമാനങ്ങളും ഉന്നതങ്ങളിൽ നിന്ന്, മന്ത്രിതലത്തിൽ നിന്നും ഒക്കെയാണ് വരേണ്ടത്. അപ്പോൾ ആ രാഷ്ട്രീയ തീരുമാനങ്ങൾ പലതരം പരിഗണനകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. സോ ചുവപ്പ് നാട് വളരെ ശക്തമായിരിക്കും. എക്സസീവ് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയപരമായ അമിത ഇടപെടലുകൾ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു. ദെൻ ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ മിനിസ്ട്രി. ഐഡന്റിഫൈ ദ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് റെഫേർഡ് ഹിയർ. ഗിവ് ടു എക്സാമ്പിൾസ്. ഇതിനകത്ത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്താണ്, അതിന് ഉദാഹരണം നല്ല ചോദിച്ചിരിക്കുന്നത്.
എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ മിനിസ്ട്രി. ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. ഈ ഒരു ഫീച്ചർ കണ്ടിട്ട് ഏതിനെ കുറിച്ചാണ് സൂചന എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. Then next, statutory corporations. Statutory corporations are public enterprises brought into existence by a special act of the parliament or state legislature. The act defines objectives, powers and functions of a statutory corporation. It is a separate entity for legal purposes. It is managed by board of directors appointed by the government. So statute means law ആണ്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നിയമത്തിന് കീഴിൽ രൂപീകൃതമാകുന്ന ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസ്. സോ ആ സ്ഥാപനത്തിന് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ടാവും. LIC, SBI, UTI മുതലായ സ്ഥാപനങ്ങൾ ഉദാഹരണങ്ങൾ ഓർത്തിരിക്കുക. Then features, it is created by government under special act. ഈ സ്പെഷ്യൽ ആക്ട് ഇൻ പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ഇതാണ് ഈ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് പബ്ലിക് കോർപ്പറേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. It has separate existence apart from the government. Its employees are not government servants. Financial autonomy. It is not concerned with the central budget of the government. So, പബ്ലിക് കോർപ്പറേഷന്റെ ഫീച്ചേഴ്സ് ഹൃദയസ്ഥമാക്കുക. വളരെ പ്രധാനപ്പെട്ടത് ഫോംഡ് അണ്ടർ എ സ്പെഷ്യൽ ആക്ട്, സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്, എംപ്ലോയീസ് ആർ നോട്ട് ഗവൺമെന്റ് സർവൻസ്. ദെൻ അഡ്വാൻറ്റേജസ്, ഫ്രീ ഫ്രം ഗവൺമെന്റ് കൺട്രോൾ, ഓട്ടോണമസ് ബോഡിയാണ്. ഗവൺമെന്റിന്റെ സ്ട്രിക്റ്റ് കൺട്രോള് ഇവയ്ക്ക് ഇല്ല. ദെൻ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്. ക്വിക്ക് ഡിസിഷൻ സാധ്യമാകുന്നു. Then economic development. Then limitations, lack of flexibility. പെട്ടെന്ന് അടിയന്തര സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ പലപ്പോഴും ഇവയ്ക്ക് സാധ്യമല്ല. ആ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത കാര്യം ചെയ്യണമെങ്കിൽ ആക്ടിനെ തന്നെ അമെൻഡ് ചെയ്യേണ്ടി വരും. ദെൻ ഇൻഎഫിഷ്യന്റ് മാനേജ്മെന്റ്, ഡിലേ ഇൻ ഡിസിഷൻ. പല കാര്യങ്ങൾക്കും സർക്കാരിന്റെ അനുമതി ആവശ്യമായി വരും, അതിന് കാലതാമസം ഉണ്ടാകുന്നു. Government and political interference has always been there in major decisions. Then test your understanding. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഫോംഡ് ബൈ പാസിംഗ് ആൻ ആക്ട് ഇൻ ദ പാർലമെന്റ്. ഇവിടെ വാട്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. പാർലമെന്റിൽ പ്രത്യേക നിയമം പാസാക്കി അത് പ്രകാരം രൂപീകൃതമായ സ്ഥാപനം ഏത്? ദെൻ അതിന് ഉദാഹരണം എഴുതുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നെയിം ദ ഫോം ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് ആൻ ഓട്ടോണമസ് യൂണിറ്റ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതേ കാറ്റഗറിയുള്ള ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ആയിട്ട് പബ്ലിക് കോർപ്പറേഷൻ എന്ന് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടില്ല, പക്ഷേ അതിന്റെ സൂചന തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ചെയ്യുക, ദെൻ ഉത്തരം എഴുതുക. Then next is government company. A government company is a company in which not less than 51% of the paid up share capital is held by the central government or state government or jointly by both. It is formed and registered under the Companies Act of 1956 or 2013. A government company may be formed as a private limited company or a public limited company, HMT, STZ, etc. അപ്പോൾ ഒരു കമ്പനിയുടെ പെയ്ഡപ്പ് ക്യാപിറ്റലിൽ 51% കുറയാത്ത ഓഹരി സർക്കാരിന്റെ കൈവശമാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗവൺമെന്റ് കമ്പനി എന്ന് വിളിക്കുന്നത്. കമ്പനീസ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണ് ഗവൺമെന്റ് കമ്പനി. സോ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് രജിസ്റ്റേർഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട്. It has separate legal existence. Its employees are not government servants. It is managed by board of directors nominated by government. These companies are exempted from accounting and audit rules and procedures. Features ഹൃദയസ്ഥമാക്കുക. Then advantages, easy formation. പ്രത്യേക നിയമങ്ങളൊന്നും ആവശ്യമില്ല, കമ്പനീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യുന്നത്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, രജിസ്ട്രേഷനോടുകൂടി സ്ഥാപനത്തിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ലഭിക്കുന്നു. ദെൻ ഇന്റേണൽ ഓട്ടോണമി.
മാർക്കറ്റ് ഇൻ്റർവെൻഷന് സാധ്യമാകുന്നു. ദെൻ ലിമിറ്റേഷൻസ്, ലാക്ക് ഓഫ് ഓട്ടോണമി ഉണ്ട് എന്നത് തിയററ്റിക്കലി ശരിയാണെങ്കിലും പ്രാക്ടിക്കലി പല കാര്യങ്ങൾക്കും സർക്കാരിൻ്റെ അനുമതി ആവശ്യമായി വരുന്നു. ഡിലേ ഇൻ ഡിസിഷൻസ്, പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്. It evades constitutional responsibility which a company financed by the government should have. It is not answerable directly to Parliament. Then a comparison of different public sector undertakings. Then test your understanding. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് രജിസ്റ്റേർഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട്. ഗവൺമെന്റ് കമ്പനി എന്ത് എന്നല്ല ക്വസ്റ്റ്യൻ ചോദിച്ചേ. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് രജിസ്റ്റേർഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട്. ദെൻ അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിനുള്ള ഉദാഹരണമാണ് കൊടുക്കേണ്ടത്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ പവർ ഗ്രിഡ് ലിമിറ്റഡ് മജോറിറ്റി ഷെയർസ് ആർ ഹെൽഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഒരു സ്ഥാപനത്തിന്റെ മേജർ പാർട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലാണ്. ലിസ്റ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് സച്ച് കമ്പനി. അപ്പൊ പവർ ഗ്രിഡ് ലിമിറ്റഡ് എന്ന് കാണുമ്പോൾ ഇതൊരു പബ്ലിക് കമ്പനിയാണ്. പബ്ലിക് കമ്പനിയുടെ ഫീച്ചേഴ്സ് അല്ല എഴുതേണ്ടത്. മജോറിറ്റി ഓഫ് ഷെയർസ് ആർ ഹെൽഡ് ബൈ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അത് ഗവൺമെന്റ് കമ്പനിയാണ് എന്ന് തിരിച്ചറിയുക. ദെൻ അതിന്റെ ഫീച്ചേഴ്സ് ആണ് എഴുതേണ്ടത്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗവൺമെന്റ് കമ്പനി ഈസ് എനി കമ്പനി ഇൻ വിച്ച് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഹെൽഡ് ബൈ ഗവൺമെന്റ് ഈസ് നോട്ട് ലെസ് ദാൻ. എത്ര ശതമാനമാണ്? yes, 51%. Then next topic, changing role of public sector. Development of infrastructure to remove regional imbalances, to enjoy the economies of large scale operation, to check monopoly and formed as import substitution. Then government policy towards public sector since 1991. Reduction in number of industries reserved for public sector from 17 to 3. Disinvestment of shares of public sector enterprises. Disinvestment means selling the shares of a public sector undertaking. Strengthening the enterprises through memorandum of understanding. സ്ഥാപനത്തിന് കുറച്ചുകൂടി പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നു. സ്ഥാപനത്തെ വിജയത്തിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം മാനേജ്മെന്റിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ദെൻ പോളിസി റിഗാർഡിംഗ് സിക്ക് യൂണിറ്റ്സ്. റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ പഠിക്കുന്നതിന് വേണ്ടി BIFRന് റെഫർ ചെയ്യുന്നു. ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ്. PSU stands for Public Sector Undertakings. Then next topic, multinational corporations or global enterprises. As you know, multi means many national countries. So a multinational company is a company which operate in many countries. ഇത് തന്നെയാണ് പലപ്പോഴും ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്, ലാർജ് സൈസ് ആണ്, ഐഡന്റിഫൈ. ദാറ്റ് ഈസ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. MNCs are characterized by their huge size, large number of products, advanced technology, market strategies and network of operations all over the world. Features നോക്കാം. International operation, huge capital resources, foreign collaboration, use advanced technology, introduce innovation in product, use aggressive market strategies and it has centralized control. ഇതിൽ ചില ഫീച്ചേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ട് ആ സ്ഥാപനത്തെ ഐഡന്റിഫൈ ചെയ്യുക. ഇതാണ് പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. സോ മൾട്ടിനാഷണൽ കമ്പനി ഓർ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ മീൻസ് എ കമ്പനി വിച്ച് ഓപ്പറേറ്റ്സ് ഇൻ മെനി കൺട്രീസ്. ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. Krishna Limited is a company established in India. They extended their operations to the UK and the USA by establishing the place of business in these countries. Identify which type of company is Krishna Limited. Krishna Limited എന്ന് കാണുമ്പോഴേ പബ്ലിക് കമ്പനി ആണ് എന്ന തരത്തിലേക്ക് തീരുമാനത്തെ ഉറപ്പിക്കരുത്. They extended their operations to UK and USA എന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു.
വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏത്? അത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ആണ്. ദെൻ അതിന്റെ ഫീച്ചേഴ്സ് ആണ് എഴുതേണ്ടത്. മാച്ച്. Then joint venture. When two businesses agree to join together for a common purpose and mutual benefit, it is known as joint venture. Joint venture helps to pool together resources and expertise of two or more companies to achieve a particular goal. The risk and the rewards of the business are also shared. Increased resources and capacity, access to new market and distribution network, access to latest technology, innovation, low cost of production, established brand name. So, രണ്ട് അതിലധികമോ സ്ഥാപനങ്ങൾ ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുക, അങ്ങനെ ഒരു വലിയ സ്ഥാപനത്തിന്റെ എല്ലാ ബെനഫിറ്റും ആർജിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രണ്ടോ അതിലധികമോ സ്ഥാപനങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നു. അതിനെയാണ് നമ്മൾ ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. അത് ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ആവാം, അല്ലെങ്കിൽ വെറും എഗ്രിമെന്റ് അല്ലെങ്കിൽ കരാറിന്റെ അടിസ്ഥാനത്തിലും ആവാം. ദെൻ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, എ റിലേഷൻഷിപ്പ് among public sector and private sector for allocation and completion of development projects. Test your understanding. Third question നോക്കുക. A business organization join hands with another one for mutual benefits. Name the type of business referred here. ജോയിന്റ് വെഞ്ചർ എന്താണ് എന്ന് ഡയറക്റ്റ് ആയിട്ടല്ല ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മറ്റു സ്ഥാപനവുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഐഡന്റിഫൈ ചെയ്യണം. ഇറ്റ് ഈസ് ജോയിന്റ് വെഞ്ചർ. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ.